അവസാനമില്ലാതെ കാന്തല്ലൂരിലെ കാട്ടാന ശല്യം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പെരുമല സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിന്റെ ഗേറ്റ് തകർത്തു. ആനകളെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. സമയത്ത് കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഇത് വലിയ ഭീഷണിയായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാന്തല്ലൂർ മേഖലയിൽ ജനവാസ മേഖലകളിൽ കാട്ടാനകൾ ഇറങ്ങി നാശം വരുത്തുന്നത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെരുമല സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിന്റെ ഗേറ്റ് കാട്ടാനകൾ തകർത്തു. പകൽ സമയത്ത് പ്രദേശത്തെ യൂക്കാലി തോട്ടങ്ങളിലേക്ക് പിൻവാങ്ങുന്ന കാട്ടാനകൾ നേരമിരുളുന്നതോടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. 2 കൊമ്പനാനകളും ഒരു കുട്ടിയാനയും ഉൾപ്പെടുന്ന സംഘമാണ് സ്കൂൾ പരിസരത്ത് നാശം വരുത്തിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു റിസോർട്ടിന്റെ ഗേറ്റും കാട്ടാനകൾ നശിപ്പിച്ചിരുന്നു. ജനവാസ മേഖലയിലൂടെ ചുറ്റിത്തിരിയുന്ന ആനകൾ കൃഷി നശിപ്പിക്കുന്ന സ്ഥിതിയുമുണ്ട്. കൃഷിനാശത്തിനപ്പുറം കാട്ടാനകളെ ഭയന്നാണ് പ്രദേശവാസികളുടെ രാത്രിയാത്ര. പകൽ സമയത്തും സ്കൂളിലെ ചുറ്റിലുമുള്ള കാടുകളിൽ ഇവിടെ നിൽക്കാറുണ്ട്. അത് മാത്രമല്ല, രാത്രിയിൽ 6 മണി ആയി കഴിഞ്ഞാൽ സ്കൂൾ ഗേറ്റും കോമ്പൗണ്ട് ചുവരൊക്കെ പൊളിച്ചുകൊണ്ട് അകത്തേക്ക് വരിക. അപ്പോൾ അകത്തേക്ക് രാത്രിയിൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. പക്ഷേ പകൽ സമയത്ത് കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഇത് വലിയ ഭീഷണിയായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഇന്നലെയല്ല, ഒരുപാട് ദിവസങ്ങളായി ഈ അധികാരികളുടെ ഭാഗത്ത് നിന്ന്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനൊരു തക്കതായിട്ടുള്ള ഉടനടി പരിഹാരം ഉണ്ടായില്ലെങ്കിൽ കുട്ടികളുടെ സുരക്ഷയ്ക്കും അവരുടെ ജീവനും ഭീഷണിയാണെന്നുള്ളത്. കാട്ടാന ശല്യം ഇത്രത്തോളം വർദ്ധിച്ചിട്ടും വനം വകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നാലിടത്ത് അന്വേഷിച്ചോളൂ. നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ജയ്കോയിൽ തന്നെ. ജയ്കോ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു. നാലിടത്ത് അന്വേഷിച്ചോളൂ. നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ജയ്കോയിൽ തന്നെ. സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജയ്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ. ഏറ്റവും ഉയർന്ന വില ജയ്കോയിൽ തന്നെ. ജയ്കോ ജുവൽസ്, തൊടുപുഴ.